ഹായ് ഓൾ, നമുക്കിന്നൊരു അൺബോക്സിങ് വീഡിയോ കാണാം. എൻ്റെ പ്ലാനറുടെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആതിരയും ആതിരയുടെ ഹസ്ബൻഡ് രണ്ടുപേരും ഡിസൈനേഴ്സാണ്. അപ്പം ആതിരയുടെ ഹസ്ബൻഡാണ് ഈ പ്ലാനർ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ ഈ പ്ലാനർ വാങ്ങിച്ചിരിക്കുന്നത്. ബാർഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നാണ് പുള്ളിയുടെ പേജിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആ പേജിൻ്റെ ലിങ്കും കൂടെ നിങ്ങൾക്ക് തന്നേക്കാം. അപ്പോൾ ഒരു വർഷം തുടങ്ങുമ്പോഴത്തേക്കും പ്ലാനർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനും ഒക്കെ പ്ലാനർ മസ്റ്റായിട്ട് വേണ്ടൊരു കാര്യമാണ്. അപ്പം എനിക്ക് പൊതുവെ ഈ ഡെയിലി പ്ലാനിങ് പോലത്തെ സാധനങ്ങളൊക്കെ എഴുതി വയ്ക്കുന്ന സ്വഭാവമുള്ളതാണ്. ജേർണലിങ്ങും ഉണ്ട്. അപ്പം എനിക്ക് ഇവരുടെ ക്യൂട്ട് പ്രിൻ്റ് കണ്ടപ്പോഴത്തേക്കും നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ പ്ലാനർ നോക്കുന്നത്. അതിൻ്റെ അകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കുറിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമ്മുടെ പാസ്വേഡ് വരെ അതിൻ്റെ അകത്ത് കുറിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തു, പിന്നെ അതുപോലെ ട്രാവൽ പ്ലാൻസ്, എന്തൊക്കെ ബില്ല് പേ ചെയ്യാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ല സുഖമായിട്ട് കുറിച്ച് വയ്ക്കാം. പിന്നെ ഈവൻ നമ്മൾ എന്തൊക്കെ ഷോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ബുക്ക് സീരീസാണോ, മ്യൂസിക്കാണോ, മൂവിയാണോ, അതെല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം മൊത്തത്തിലൊരു അടിപൊളി ഒരു പ്ലാനറാണ് ഇവരുടേത്. അപ്പം ആതിരയുടെ പേജിൻ്റെ പേര് ആദീസ് ലിറ്റിൽ തിങ് എന്നാണ്. ഹസ്ബൻഡിൻ്റെ പേജിൻ്റെ പേര് എന്താണ്, ബോർഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആതിരയുടെ പേജിൻ്റെയും ഹസ്ബൻഡിൻ്റെ പേജിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കയറി വിസിറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഡയറിയും അതുപോലെ തന്നെ ബുക്ക് മാർക്കിങ്ങും എല്ലാം ഞാൻ ആതിരയുടെ അടുക്കൽ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ ഒരു ക്യൂട്ട് കൃഷ്ണനുണ്ട്. ആ പടവും എനിക്ക് ആതിരയാണ് ചെയ്തത്. അപ്പം എല്ലാവരും വിസിറ്റ് ചെയ്യാം കേട്ടോ.